ആദ്യമേ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ 2ാം തവണയാണ് ഈ വിശുദ്ധ ആൾത്താരയിൽ കയറി നിൽക്കാൻ എന്നെ മാതാവ് അനുഗ്രഹിച്ചത്. ഞാൻ ആദ്യമായിട്ട് പറയുന്ന എൻ്റെ ഈ വലിയ സാക്ഷ്യം എൻ്റെ ഇപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോയ കുഞ്ഞിൻ്റെ പേരിലാണ്. എൻ്റെ പേര് അന്നമ്മ. മംഗലാപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സാക്ഷ്യം കുഞ്ഞിൻ്റെ പേരിലാണ്. എൻ്റെ കുഞ്ഞ് അവൻ ജനിച്ചു കഴിഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ജനിച്ച കുഞ്ഞാണ്. പക്ഷേ എന്തോ ഡോക്ടർമാരുടെ ശ്രദ്ധ മൂലം അവന് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളോട് ഡോക്ടേഴ്സ് വന്ന് പറയുവാണ്, കുഞ്ഞിന് സീരിയസ് ആണ്, ഇവനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പുത്തൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് കുഞ്ഞിന് ഡെലിവറി ആയത് മോള്. അവിടുന്ന് മംഗലാപുരത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഡോക്ടർ ഒന്ന് പറഞ്ഞു. മംഗലാപുരവും പുത്തൂരുമായിട്ട് 10-80 കിലോമീറ്റർ ദൂരമുണ്ട്. കാരണം കുഞ്ഞിനെ എന്താ സംഭവിച്ചെന്ന് വെച്ചെങ്കിൽ, കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കുഞ്ഞിന് മോഷൻ അവൻ്റെ ലെൻസിൽ പോയി. അത് സമയം കഴിഞ്ഞ് അത് ഉണ്ടായി കഴിഞ്ഞ ആ സമയം തന്നെ ഞങ്ങളുടെ കുഞ്ഞ് തരുമായിരുന്നു. ഇത് സംഭവിക്കില്ലായിരുന്നു. പക്ഷേ 4-4.5 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങളോട് പറയുന്നതും കുഞ്ഞിനെ ഇത്രയും ക്രിട്ടിക്കലാണ് എന്ന് പറയുന്നതും. ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. പക്ഷേ മാതാവ് ഞങ്ങൾക്ക് ഒരു ഉള്ളുവിളി വന്ന് പറഞ്ഞ പോലെ, ഇത് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ആരാ ഉള്ളത്, അവിടെ ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആരും ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചപ്പം എൻ്റെ നാത്തൂൻ്റെ മോള് അതേ ഹോസ്പിറ്റലിൽ NIC ജോലി എടുക്കുന്നൊരു മോളായിരുന്നു. അവളോട് വിളിച്ച് പറഞ്ഞ് അവൾ ആ ഹോസ്പിറ്റലിൽ ഇത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഈ കുഞ്ഞിനെ പുത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക്, അതായത് ആ ദിവസം ഭയങ്കര മഴയും ട്രാഫിക്കും ഒക്കെയുള്ള സമയമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് അവന് അത്രയ്ക്കും ക്രിട്ടിക്കലായ ഒരു സ്റ്റേജായിരുന്നു. അവന് ജീവൻ അവിടെ എത്തുമോ അല്ലോ എന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. ആ സ്റ്റേജിലാണ് ഞങ്ങളെ കുഞ്ഞിനെ തരുന്നത്. അപ്പം ഞാൻ ഇതിന് മുന്നേ ആയിട്ട്, അതായത് മോള് പ്രഗ്നൻ്റ് ആയി 4 മാസമുള്ളപ്പം ഞാൻ മോളെയും എൻ്റെ മോനെയും കുഞ്ഞിനെയും എൻ്റെ മോനും ഞങ്ങളെല്ലാവരും വന്ന് ഇവിടെ ഈ അൾത്താരയിൽ വന്ന് അവളെ സമർപ്പിച്ച് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഈ കുഞ്ഞിനെ അതായത് ഈ മോളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ എനിക്കറിയാം, വിശ്വാസം ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരത്തില്ല, എൻ്റെ മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് തരും എന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലിരുന്ന എൻ്റെ കാശ് രൂപം എൻ്റെ കുഞ്ഞിൻ്റെ നെഞ്ചത്തിൻ്റെ വെച്ച് ഞാൻ പുത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ടിന്മേളി വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ കുഞ്ഞിൻ്റെ ജീവൻ എൻ്റെ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറുടെ കൈ ചെല്ലുമ്പം ഈ കുഞ്ഞിന് ജീവൻ നീ അവിടെ കൊടുക്കണം, ജീവൻ ഉണ്ടായിരിക്കണം. അമ്മ അതനുസരിച്ച് അമ്മ കുഞ്ഞിനെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു കുഞ്ഞിനെ അഡ്മിറ്റാക്കാൻ പറ്റൂല എന്ന്. കാരണം അഡ്മിറ്റാക്കിയാൽ ഡോക്ടർ പറയുന്നു ഈ കുഞ്ഞിന് സംഭവിക്കും, അവനെ കിട്ടില്ല എന്ന ആ ഒരു സ്റ്റേജിലായിരുന്നു കുഞ്ഞിരുന്നത്. അപ്പം അത് ഞങ്ങളോട് പറഞ്ഞില്ല. ഞങ്ങളുടെ നാത്തൂൻ്റെ മോളെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള സ്റ്റാഫ് അവളോട് പറഞ്ഞു, ഡോക്ടർ കുഞ്ഞിനെ അഡ്മിറ്റാക്കാൻ പറ്റത്തില്ല, പറ്റിയാൽ ഇങ്ങനെ പ്രോബ്ലംസ് ആണ്, അതെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് ഹോസ്പിറ്റലിന് അത് പേരുദോഷമാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ മോള് സമ്മതിച്ചില്ല. അവൾ പറഞ്ഞു, ഞാൻ എത്രയോ കുഞ്ഞുങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി ഡോക്ടർക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ എന്തുകൊണ്ട് ഡോക്ടർ അഡ്മിറ്റ് ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ച് കരഞ്ഞ് ആ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റാക്കിയത്. കാരണം ഇത് 8-ാം തീയതി ജനിച്ച കുഞ്ഞ് 9-ാം തീയതി 10:30 മണിയായിട്ടും കുഞ്ഞിൻ്റെ മോഷൻ പോയിട്ടില്ല, മൂത്രം പോയിട്ടില്ലായിരുന്നു. അപ്പം ഡോക്ടർക്ക് യാതൊരു പ്രതീക്ഷയില്ല. അഡ്മിറ്റ് ആക്കിയെങ്കിൽ തന്നെ ഈ കുഞ്ഞ് മരുന്നിനോട് യാതൊരു പ്രതികരണം ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞു,
കുഞ്ഞിനെ നിങ്ങൾ ഇനി വേറൊരു ഹോസ്പിറ്റൽ, അവിടെ AJ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്യും, അവിടത്തേക്ക് കൊണ്ടുപോകണം. കാരണം ഈ കുഞ്ഞിന് ഈ ലെൻസിൽ നിന്ന് ഇത് സംഭവം പോകുന്നില്ല, ഇത് ഇനിയും പോകണമെങ്കിൽ അവിടെയേ ഉള്ളൂ, ആ ഹോസ്പിറ്റലേ ഉള്ളൂ, അതിൻ്റെ മിഷൻ ഉള്ളൂ, അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോകണം എന്ന്. പക്ഷേ ഡോക്ടർ അത് പറഞ്ഞതിൻ്റെ കാര്യം, കുഞ്ഞിനെ അവർക്ക് കൊണ്ടുപോയാലും ഒന്നും ആകത്തില്ല, ഒന്നും അവന് രക്ഷയില്ല എന്നുള്ള ഘട്ടത്തിലാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത്. പക്ഷെ ഞങ്ങളോട് പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, എൻ്റെ മോനെ എങ്ങോട്ടും കൊണ്ടുപോകത്തില്ല, നമുക്ക് എങ്ങോട്ടും കൊണ്ടുപോകണ്ട, അവനെ അമ്മ മാതാവ് ഇവിടുന്ന് തന്നെ ആരോഗ്യത്തോടെ നമ്മുടെ കയ്യിൽ തരണം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് ഞാൻ അമ്മയോട് വാശി പിടിച്ച് പറഞ്ഞു, അമ്മേ ഇവനെ എനിക്ക് ആരോഗ്യത്തോടെ ഇവിടുന്ന് തന്നെ തരണം. കാരണം എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരൊക്കെ അമ്മയും മകളെ സമർപ്പിച്ചതാണ്. അമ്മ എനിക്ക് കുഞ്ഞിനെ തന്നേ പറ്റൂ, ഞാൻ ഇതിനു വേണ്ടി അമ്മയുടെ അടുത്ത് വന്നതാണ്. ഒരു അബദ്ധവും അനർത്ഥവും കൂടാതെ കുഞ്ഞിനെ അമ്മയും ഞങ്ങൾക്ക് തരണമെന്ന് ഏതമ്മമാരും പ്രാർത്ഥിക്കുന്നത് പോലെ മക്കളുടെ ഡെലിവറി അമ്മ പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന്. അപ്പോൾ എനിക്കറിയാമായിരുന്നു കുഞ്ഞിന് ഒരു കുഴപ്പവും കരുതിട്ട് തരുമെന്ന്. അങ്ങനെ എൻ്റെ കയ്യിൽ തൈലം, ഞാൻ ഉടമ്പടി എടുത്ത തൈലവും വിശുദ്ധ വസ്തുക്കളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്കറിയാം ഈ തൈലം കുഞ്ഞിൻ്റെ ദേഹത്ത് ഒന്ന് തൊട്ടാൽ മാതാവ് അവിടെ ഇടപെടും, അവിടെ അത്ഭുതം സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എൻ്റെ നാത്തൂൻ്റെ മോളെ വിളിച്ച് പറഞ്ഞു, മോളെ എനിക്ക് എങ്ങനെയെങ്കിലും തൈലം കുഞ്ഞിൻ്റെ ദേഹം തൊടാനുള്ളൊരു സാഹചര്യം നീ ഒരുക്കി തരണമെന്ന് പറഞ്ഞു. അവൾ അതും പ്രകാരം ആ ഹോസ്പിറ്റലിൽ അവിടെ NIC സ്റ്റാർ ഇതിലൊക്കെ അവൾ അവിടെ ഒരു സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആൻറ്റി എത്രയും പെട്ടെന്ന് NICയുടെ മുന്നിലേക്ക് തൈലം എടുത്തിട്ട് ചെല്ല്, അവിടെ നിന്ന് ഒരു ആൻറ്റി ഇറങ്ങി വരും, ആൻറ്റിയുടെ കൊടുത്തു വിട്ടാൽ മതി, അതിനകത്തൊരു സ്റ്റാഫുണ്ട്, ആ സ്റ്റാഫ് തൊട്ടോളൂ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് ഓടി കുഞ്ഞിൻ്റെ അടുത്ത്. ആ തൈലം ഞാൻ വന്ന പുള്ളി, അത് ഹിന്ദുസ് ഒരു ചേച്ചിയായിരുന്നു, ഞാൻ അവരുടെ കൊടുത്തു വിട്ടു. ആ തൊടുന്ന സ്റ്റാഫും നേഴ്സും ഹിന്ദുസ് അവർ തന്നെയായിരുന്നു. പക്ഷേ അവരാരായിരുന്നാലും എനിക്കത് വിഷയമല്ല. എൻ്റെ ഈ തൈലം, അമ്മയുടെ ഈ തൈലം തൊട്ടാൽ അവിടെ മാതാവ് അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ കൊടുത്തു വിട്ടിട്ട് ആ NICയുടെ ഫ്രണ്ടിൽ ഞാനിരുന്ന് കണ്ണുനീര് വിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളും ഞാൻ മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഈ കുഞ്ഞിന് വേണ്ടി എൻ്റെ കുടുംബങ്ങളും എല്ലാ നാട്ടുകാരും പള്ളിയിലെ അച്ഛന്മാരും ബിഷപ്പ് എല്ലാവരും പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് ഈ മോഷൻ പോകാതിരുന്നത്, യൂറിൻ പോകാതിരുന്നത്, ആ നേരത്തോടെ നേരം പോയിരുന്നത് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം എൻ്റെ നാത്തൂൻ്റെ മോള് വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഈ തൈലം എടുത്തുകൊണ്ട് വൈകിട്ട് സന്ധ്യയ്ക്ക് ആൻറ്റി വീണ്ടും ചെന്നിട്ട് ആ തൈലം അവിടെ ഒരു സ്റ്റാഫുണ്ട്, നമ്മുടെ മിസ് ക്രിസ്ത്യൻസാണ്, അവരുടെ കൊടുത്താൽ മതി എന്ന്. അപ്പം കാരണം കൊച്ചിന് പോകാതിരുന്ന യൂറിനും മോഷനും കൊച്ചിന് പാസ്സായി. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട, മരുന്നിനോട് കുഞ്ഞ് പ്രതികരിക്കുന്നുണ്ട് എന്ന്. അപ്പം ഞാൻ ഒത്തിരി സമാധാനിച്ചു, അമ്മയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ അമ്മ തൊട്ടല്ലോ, എൻ്റെ അമ്മ മാതാവ് കുഞ്ഞിനെ ഏറ്റെടുത്തു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മകന് വീട്ടിൽ നിന്ന് ഞാൻ മാത്രം കുഞ്ഞിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ, മോള് വേറൊരു ഹോസ്പിറ്റലിൽ, അവൾ സിസേറിയൻ ആയിരുന്നു, 6 ദിവസം ആ ഹോസ്പിറ്റലിൽ, മോനും കുഞ്ഞും ഞാനും ഈ ഹോസ്പിറ്റലിൽ. മരുമോൻ വരും പോകും അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അങ്ങനെ തൊട്ട് ഈ മോശം പോയെങ്കിൽ തന്നെ കൊച്ചു പൂർണ്ണമായി ഒന്നും സൗഖ്യമായിട്ടില്ല. അവന് ഈ ലെൻസിൽ ഈ മോഷൻ പോയിട്ട് ഇത്രയും സമയമായതുകൊണ്ട് ഇത് ലെൻസിൽ പിടിച്ച് ഫംഗസായി. അങ്ങനെ ആയിട്ട് കൊച്ചിന് ന്യൂമോണിയ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് കുഞ്ഞിന് ഇത് വെൻറ്റിലേറ്ററിൽ ഇട്ടിട്ട് കുഞ്ഞിന് ഓക്സിജൻ കിട്ടാണ്ട് വന്നു. അപ്പോൾ അതിനുള്ള മെഡിസിനും മരുന്നുകളും കൊടുത്തിട്ടും കൊച്ചിന് അങ്ങനെ തന്നെ താഴോട്ടുമല്ല മേപ്പോട്ടും അല്ലാത്ത മാതിരി അങ്ങ് കിടക്കുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന 5-6 ദിവസം ആയപ്പോഴത്തേക്കിന് മോളെ ഡിസ്ചാർജ് ചെയ്ത് ആ സമയത്തൊക്കെ വൈകുന്നേരം, അതായത് അന്ന് രാവിലെ, അതായത് ഞാൻ പറയാൻ വിട്ടുപോയി, തലേദിവസം ആ മോള് വിളിച്ച് പറഞ്ഞു, ആൻറ്റി വീണ്ടും വൈകിട്ട് ആൻറ്റി തന്നെ കൊണ്ട് തൈലം തൊടണം, ഇങ്ങനെ കുഞ്ഞിന് മോഷൻ പാസ്സായി, ഇത് യൂറിൻ പാസ്സായി, ആൻറ്റി വീണ്ടും ചെന്ന് തൈലം തൊടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈകിട്ട് ചെല്ലുമ്പം എനിക്ക് മാതാവ് അവിടെ ഇടപെട്ടു. കാരണം NIC എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ NICയിൽ നമ്മൾ പുറത്തുനിന്ന് ആരെയും അതിൽ കയറ്റിയില്ല, വേറെ ഒരു വസ്തുക്കളോ ഒരു ചരട് പോലും അതിൽ കയറ്റി കുഞ്ഞുങ്ങളെ ആർക്കും കൊടുക്കാൻ സമ്മതിക്കുകയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ മാതാവ് അവിടെ ഇടപെട്ട് നമ്മുടെ കുഞ്ഞിനെ അവിടെ ഇടപെട്ട് ആ
ഞാൻ എന്നെ 3 റൂമിൻ്റെ ഇപ്പുറം നമുക്ക് നിൽക്കാനുള്ളൂ. അതിൻ്റെ അടുത്ത് കുഞ്ഞിൻ്റെ ഇപ്പുറം പേരൻസ് ആരും ചെന്നെങ്കിൽ മാത്രം അവർക്ക് പുറത്ത് തരും. പക്ഷേ എനിക്ക് എൻ്റെ മാതാവ് എന്നെ ഇടപെട്ട് എൻ്റെ മാതാവ് അവിടെ ചെന്നപ്പം ആ വൈകിട്ടുണ്ടായിരുന്ന സ്റ്റാഫ് പറഞ്ഞു, ആൻറ്റി തന്നെ കയറി ഇതിനകത്ത് കയറി കുഞ്ഞിൻ്റെ ദേഹത്ത് തൈലം തൊട്ടോ, ആൻറ്റി നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്നും പറഞ്ഞ്. എനിക്ക് അതിൽ പോലുള്ള സന്തോഷം വേറെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് പറ്റിയല്ലോ, എനിക്ക് തന്നല്ലോ മാതാവിനകത്ത് കയറിയാൻ തൊടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ അന്ന് തൊട്ട് എൻ്റെ മോള് അവിടെ നിന്ന് ഡിസ്ചാർജായി വരുന്നതിനും വരെ എനിക്ക് രാത്രിയും രാവിലെ എനിക്കെന്നും ചെന്ന് കുഞ്ഞിൻ്റെ അടുത്ത് ഈ തൈലം തൊടാനും പ്രാർത്ഥിക്കുവാനുമുള്ള അനുഗ്രഹം മാതാവ് തന്നു. അങ്ങനെ തന്നപ്പം ഞാൻ പിറ്റേ ദിവസം, അതായത് 10-ാം തീയതി രാവിലെ ചെന്നപ്പം ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ എൻ്റെ നമ്മുടെ ക്രിസ്ത്യൻ സിസ്റ്ററുണ്ട്, ഞാൻ എൻ്റെ കാഷ് രൂപമുണ്ട്, ഞാൻ ഈ കാഷ് രൂപം കുഞ്ഞിനെ വെന്റിലേറ്ററിൻ്റെ മെഷീൻ്റെ അടിയിൽ വെച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. ഞാനത് വെച്ചപ്പം എനിക്ക് ഒത്തിരി സമാധാനമായി. എൻ്റെ അമ്മയുടെ കയ്യിലാണല്ലോ, മടിയിലാണല്ലോ എൻ്റെ കുഞ്ഞ് കിടക്കുന്നത്. അമ്മയോട് പറഞ്ഞു, അമ്മേ ഇവൻ്റെ പെറ്റമ്മ മറ്റൊരു ഹോസ്പിറ്റല്, ഇവൻ ഒറ്റയ്ക്ക് ഇവിടെ, ഞാൻ പുറത്ത്, എൻ്റെ പപ്പ ഒരിടത്ത്. അപ്പോൾ ഇവനെ നിൻ്റെ മടിയിൽ നിനക്ക് താങ്ങി അവനെ കാത്തുകൊള്ളണം. ഞാൻ വിശ്വസിക്കുന്നു ഇവനൊരു കുഴപ്പമില്ല, ആരോഗ്യമോ അമ്മയുടെ സാക്ഷിയാകാൻ വേണ്ടി കുഞ്ഞിനെ കടത്തിയേക്കുവാന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ ഇവനെ താങ്ങി അവനെ കാത്തു അമ്മയുടെ നീരങ്കയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് എനിക്ക് അവനെ ആരോഗ്യത്തിലോട്ട് തരണേമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മോള് 6 ദിവസമായപ്പോഴത്തേനും മോളെ ഡിസ്ചാർജായി വന്നു. മോള് വന്നപ്പോഴത്തേക്കിനും ഇത്രയൊക്കെ ആയെങ്കിൽ തന്നെ കുഞ്ഞിന് അങ്ങോട്ട് ഇത് കുറയുന്നില്ല, ഇത് ലെൻസിൽ നിന്ന് ഇത് വിട്ടു പോകുന്നില്ല. അപ്പോഴത്തേക്കിന് വീണ്ടും കുഞ്ഞ് മോശം പോകാണ്ടായി. അപ്പോഴത്തേക്കിന് കുഞ്ഞിന് പിന്നെ ക്രിട്ടിക്കൽ കൂടിക്കൊണ്ട് വന്നു. അപ്പം മോൾ വന്നേ പിന്നെ എന്നെ വിടത്തില്ല, മോളെ വിടത്തോളായിരുന്നു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ നീ ഇനിയും പോകുമ്പം ഈ തൈലം തേനും കുഞ്ഞിന് കൊടുക്ക്, അത് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിന് പൊക്കോളും, അത് ശരിയായിക്കോളും, നീ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ ചെയ്യുക, എന്നെക്കാളും ശക്തി പെറ്റ അമ്മ ചെയ്യുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവളോട് പറഞ്ഞ് അവൾ അതും പ്രകാരം ചെയ്തതിൻ്റെ അപ്പം അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ഒന്നും ഇത് കൊണ്ടുപോയി കൊടുക്കാൻ സമ്മതിക്കുകയല്ല, തൊടാൻ സമ്മതിക്കുകയില്ല. പക്ഷേ എൻ്റെ മോള് പറഞ്ഞു, എനിക്കിനി ഡോക്ടേഴ്സിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു, എനിക്കിന്നും തമ്പുരാ ദൈവത്തിൽ മാത്രം ഇതിലേക്ക് വിശ്വാസമുള്ളെന്നും പറഞ്ഞ് അവൾ ആ തൈലവും തേനും കൊച്ചിന് കൊടുത്തു. ആ കൊടുത്തതിൻ്റെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൊച്ചിനെ മോശം പോയി എന്ന്. അപ്പം വീണ്ടും ചിലപ്പോൾ മോളോട് ഈ വേണ്ടാന്ന് പറഞ്ഞ സിസ്റ്റർമാർ പറഞ്ഞു, നിങ്ങൾ വരുമ്പോൾ ഇനി ഈ തൈലവും തേനും കൊടുത്തോ കുഞ്ഞിനെ. അവർക്കും ഒരു വിശ്വാസം വന്നു. അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. 10-12 ദിവസമായിട്ടും കുഞ്ഞിന് പൂർണ്ണമായി എന്നിട്ടും പോകുന്നില്ല. ഇത് വെന്റിലേറ്റർ ഓഫാക്കാൻ പറ്റുന്നില്ല, കൊച്ചിൻ്റെ ഓക്സിജൻ കൂടുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതിനിടയ്ക്ക് നമ്മുടെ ഉടമ്പടിയിലുണ്ടല്ലോ, നമ്മൾ രോഗി സന്ദർശനം ചെയ്യണം, പിന്നെ പ്രേക്ഷിത വേല ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഞാൻ ജീവിച്ചത് ഞാൻ സ്വന്തം വീട്ടിലല്ല, ഞാനൊരു ജോലിക്ക് ചെയ്യിക്കുന്ന ആദായമുണ്ട്. എനിക്ക് ഈ പറയുന്ന പോലെ ഉടമ്പടിയിൽ ഈ പ്രേക്ഷിത വേല പുറത്ത് പോയി ചെയ്യാനോ കാരുണ്യപ്രകാരം പുറത്ത് പോയി കാണാനോ എനിക്കുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറവ് കൊണ്ടായിരിക്കും ഈ കുഞ്ഞിങ്ങനെ കിടക്കുന്നതെന്ന് ഞാൻ മാതാവിനോട് ഈശോയോട് ക്ഷമ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ദിവസത്തിൽ എൻ്റെ അളിയന് സുഖമില്ലാതെ വേറൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പം ഞാൻ അളിയന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ അളിയൻ്റെ അവിടെ ചെന്ന് തൈലം തൊട്ട് പ്രാർത്ഥിച്ചപ്പം അതൊരു 2-2:30 മണിയായിരുന്നു. അപ്പം മോള് ഇവിടെ കുഞ്ഞിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപം ഊരി മോളെ അടുത്ത് കൊടുത്തിട്ടാണ് പോയിരുന്നേ. മോളെ നീ ഇത് പോകുമ്പം ഇത് കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ട് പ്രാർത്ഥിച്ചിട്ട് നീ പ്രാർത്ഥിക്ക്, അപ്പം ഈ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഈ ഓക്സിജൻ ലെവൽ കുഞ്ഞിന് ശരിയായിക്കോളൂ, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എൻ്റെ അളിയനെ കാണാൻ. ഞാൻ പോയി തിരിച്ചു വരുമ്പം ഈ മോള് ചിരിച്ചോണ്ട് വരുന്നു, മമ്മേ. അപ്പോഴത്തേക്കിന് 26 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കാൻ തുടങ്ങി. 26ാമത്തെ ദിവസമാണ് എൻ്റെ ഈ കുഞ്ഞ് ഇപ്പം ഇരുന്നെങ്കിൽ പോയ കുഞ്ഞ് വെന്റിലേറ്റർ ഓഫാക്കി അവനെ പുറത്തെടുത്തത്. ഈ പുറത്തെടുത്ത കുഞ്ഞ് ഇവൾ ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പം ഞാൻ വിശ്വസിച്ചു, ഞാൻ ഇതുപോലെ ഉടമ്പടി പറഞ്ഞ രോഗികളെ കാണാൻ പോയിട്ടുണ്ട് വേറെയും, പക്ഷേ ഞാൻ കാര്യമായിട്ട് പോയിട്ട് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. 2:30 മണിയായപ്പോൾ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ വെന്റിലേറ്റർ ഓഫാക്കി കുഞ്ഞിനെ പുറത്തെടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് സംശയം, ഇത്രയും ദിവസം അതായത് കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും ഈ ട്യൂബ് ഇട്ടിട്ടാണ് കുഞ്ഞ് കടന്നിരുന്നത്. ഈ കുഞ്ഞ് ഫീഡിങ് ചെയ്യുമോ, ഫ്ലൂയിഡ് വെള്ളം ഇറക്കുമോ എന്നൊരു സംശയം. ഇത്രയും ദിവസം കഴിഞ്ഞ് കുഞ്ഞിന് തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും എന്നോർത്തുണ്ട് അവരിരുന്നു. അവർ മോളുടെ ഇത്
ഫീഡിങ് ചെയ്യാനായിട്ട് അവരിതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തുണിയിൽ ഇങ്ങനെ വായി വെച്ച് കൊടുക്കുമായിരുന്നു. അവരോർത്ത് അവർ കുടിക്കാൻ പറ്റിയില്ല എന്ന്. പക്ഷേ കുഞ്ഞ് അവർ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഇവൻ നന്നായിട്ട് അവനത് കുഞ്ഞ് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർക്കൊരു അതിശയം. അപ്പം പിറ്റേ ദിവസം ഡോക്ടർ മോളുടെ ഫീഡിങ് എടുത്തപ്പോൾ അത് എടുത്ത് കൊടുക്കാൻ തുടങ്ങി. 2 ml ആണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവന് 4 ml കൊടുക്കണമായിരുന്നു. അവന് മതിയാവില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് അതിശയം, ഇതെന്തൊരു മിറക്കൽ പോലെ ഡോക്ടർക്ക് തോന്നി. അപ്പം അത് കഴിഞ്ഞ് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവൻ്റെ ലെൻസിൽ ഇത് പൂർണ്ണമായി അങ്ങ് പോയിട്ടില്ല. അപ്പോഴത്തേക്കിന് ഇവർ ഇത് പോകാതെ വന്നപ്പോഴത്തേക്കിന് ഈ സൂചി കുത്തിയിരുന്നത് ഇവനിവിടെ നീര് വെച്ചു. ആ നീര് വെച്ച് കഴിഞ്ഞപ്പോൾ അത് എടുത്തു കഴിഞ്ഞപ്പം വീണ്ടും കുത്താനായിട്ട് അവർ കുഞ്ഞിന് നരമ്പ് കിട്ടാതെ വന്നു. അപ്പം ആ കുത്താതെ വന്നപ്പോഴത്തേക്കിന് ഡോക്ടേഴ്സ് മോളോട് പറഞ്ഞു, ഇനി ഇവന് ഇവിടെ തൊണ്ണയ്ക്ക് ഈ പൈപ്പ് ഇറക്കിയിട്ട് അതിൽ കൂടെ മരുന്ന് കൊടുക്കണം. ആ മരുന്ന് ഒരു ഇഞ്ചക്ഷന് 4500 രൂപ. ഒരു 4500 രൂപ ഇഞ്ചക്ഷനാണ് ഈ കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഒന്ന് ഓർത്തുകൊള്ളുക, നമ്മൾ സാധാരണ ചെറിയൊരു ഇഞ്ചക്ഷനോ ഒരു മെഡിസിനോ കഴിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എത്രയുണ്ടാവും? ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഈ ഇഞ്ചക്ഷൻ ചെയ്താൽ ഈ കുഞ്ഞിനെ നോർമലായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. അവൻ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ ബ്രെയിനിനോ അതുപോലെ കിഡ്നിക്ക് ലിവറിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളതനുസരിച്ച് അവർ ഡോക്ടർ അത് പറഞ്ഞിട്ടാണ് ആ ഇഞ്ചക്ഷൻ കൊടുത്തത്. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഡോക്ടർ പറഞ്ഞ പ്രകാരം ചെയ്യണം, ചെയ്യാതിരിക്കാൻ ആവില്ലല്ലോ. പക്ഷേ അത് ചെയ്താൽ തന്നെ ഒരു സൈഡ് എഫക്റ്റും എൻ്റെ കുഞ്ഞിനുണ്ടാവരുത്. ആ കുഞ്ഞിനെ നീ ആരോഗ്യത്തോടെ തരികയാണ്. കുഞ്ഞിന് ആ ഇഞ്ചക്ഷൻ ആ ഹോസ്പിറ്റലിൽ സ്റ്റോക്കില്ല. അത് വേറെ ഒരു ഹോസ്പിറ്റലിൽ 10-12 കിലോമീറ്റർ ദൂരെയുള്ളൊരു ഹോസ്പിറ്റലാണ് ഇതുള്ളത്. അവിടെ ചെന്ന് ഞാൻ പോയിട്ട് മേടിച്ചുകൊണ്ട് വരണം. ഈ മേടിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ബസ് കയറി അവിടെ ഇറങ്ങുന്നതിനും വരെ ഞാൻ ഇവിടുന്ന് വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ട് പോകും. മാതാവേ, ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെ ഈ ഇഞ്ചക്ഷൻ കൊടുപ്പിക്കും? പക്ഷേ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവ് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഞാൻ ഈ മരുന്ന് കൊണ്ടുവരാൻ പോകുമ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി ഉപ്പും തേനും തൈലവും ഉടമ്പടി ഉപ്പും തൈലവും കൂടെ ഈ കൊണ്ടുവരുന്ന മെഡിസിനകത്ത് ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം തൊട്ട് ഇതിനകത്ത് കുരിശ് വരച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് സ്റ്റാഫ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ കൈ കൊടുക്കുന്നത്. അത് മാതാവ് അവിടെ ഇടട്ടെ, അവൻ ആ ഇഞ്ചക്ഷൻ മൊത്തം കൊടുത്തിട്ടും എന്നിട്ടും ഇത് ലെൻസിൽ നിന്ന് പോയിട്ടില്ല. അപ്പോഴത്തേക്കിനാണ് ഇത് നീര് വെച്ചത്. അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞ് ഇതിലേക്കടെ ഇറക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ സമ്മതിച്ചില്ല. മാതാവേ, ഇത്രത്തോളം ഈ കുഞ്ഞിൻ്റെ ദേഹത്തിന് സൂചി കുത്താൻ ഒരു ഇടവും ഇല്ല. ഇനി തൊണ്ണ ഇഴിച്ചിട്ട് ഇനി മരുന്ന് കൊടുത്ത് നീ ഇവൻ്റെ ജീവൻ ഞങ്ങൾക്ക് തരണ്ട. നീ തരുവാണെങ്കിൽ നിൻ്റെ ശക്തിയാൽ, നിൻ്റെ ഉടമ്പടി വിശുദ്ധവസ്തുക്കളുടെ ശക്തിയാൽ തന്നെങ്കിൽ തന്നാൽ മതി. ഇല്ലെങ്കിൽ നിൻ്റെ ഹിതം പോലെ നടത്തുക, നീ അങ്ങ് വിളിച്ചുകൊള്ളു. ഇനി ഞങ്ങൾക്കിത് കാണാൻ വയ്യ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അത് ഞങ്ങൾ സമ്മതിച്ചില്ല. മോളുടെ കയ്യിൽ നിന്ന് സൈൻ മേടിച്ചിട്ടാണ്. ഡോക്ടർക്ക് അത് വിഷമമായിരുന്നു. കാരണം ഡോക്ടേഴ്സ് ഈ കുഞ്ഞിനെ ഇതൊരു പരീക്ഷണമായിട്ടാണ്. കാരണം ഡോക്ടർ ഓർക്കുന്നത് ഇത് കുഞ്ഞിനെ കിട്ടിയല്ല, ഇവന് ആരോഗ്യത്തിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഇത് പരീക്ഷിക്കുക ആദ്യമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മോള് സമ്മതിച്ചില്ല. അപ്പം ഡോക്ടറിനൊരു ടാബ്ലറ്റ്, അതിന് പകരം ഒരു ടാബ്ലറ്റ് ഇട്ടു. അതായത് 800 ചില്ലറ രൂപ ഒരു ടാബ്ലറ്റിൻ്റെ വില. ആ ടാബ്ലറ്റ് ഒരു ദിവസം അതൊരു 4 ഭാഗമാണ് ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. എൻ്റെ മോള് നേഴ്സ് ആയതുകൊണ്ട് ആ സിസ്റ്റേഴ്സ് വന്നിട്ട് ഇവളുടെ കൈ കൊടുക്കും. അത് കൊടുത്ത് കുഞ്ഞിന് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനെ പിറ്റേ ദിവസം കുഞ്ഞിൻ്റെ ചുണ്ട് മൊത്തം ഇങ്ങനെ പൊള്ളി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞങ്ങൾക്ക് തോന്നി ഈ ടാബ്ലറ്റ് എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ ഇനി കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും തന്നിട്ട് ഇനി അടുത്ത വേദന ഞങ്ങളുടെ കുഞ്ഞിനെ സഹിപ്പിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. മോളോട് പറഞ്ഞു, മോളെ നീ അത് കൊടുക്കണ്ട. ഈ മരുന്നിൻ്റെ ഈ ടാബ്ലറ്റിൻ്റെ ശക്തിയാൽ കുഞ്ഞിനെ നീ ആരോഗ്യത്തോടെ തരണ്ട. മാതാവിൻ്റെ ഉടമ്പടി വിശുദ്ധ വസ്തുക്കളുടെ ശക്തി, അതിൻ്റെ അനുഗ്രഹം നീ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തന്നെങ്കിൽ മാതാവ് തരട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. ഈ മരുന്ന് കൊടുത്തിട്ടുള്ള ഇനിയുള്ള ആരോഗ്യത്തോടെ തരണ്ട. ഈ സൈഡ് എഫക്റ്റ് ആക്കിയിട്ടുള്ള ആരോഗ്യമില്ലാത്ത കുഞ്ഞിനെ വേണ്ട എന്നും പറഞ്ഞ് മോളോട് പറഞ്ഞു ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എനിക്കറിയാവുന്ന പ്രാർത്ഥനകളും തമ്പുരാനോട് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എത്രമാത്രം പ്രാർത്ഥന, എന്തോരം വിശ്വാസപ്രമാണം എനിക്ക് കണക്ക് അറിയത്തില്ല. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ മരുന്ന് തരുന്നത് ഞാൻ കളയും. മോൾ പറഞ്ഞ് കളയാൻ പറയും. ഞാൻ അതിന് പകരം തൈലം കൊടുപ്പിക്കും മോളെയും കൊണ്ട്. അതിൻ്റെ ഫലമായി കൊച്ച്, അതായത് 8-ാം തീയതി അഡ്മിറ്റായ കൊച്ച്, ജൂലൈ 8-ാം തീയതി അഡ്മിറ്റായ കൊച്ച് ആഗസ്റ്റ് 12-ാം തീയതി ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട്
ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് വീട്ടിൽ തന്നു വിടുമ്പം ഇവനെ എല്ലാ ചെക്കപ്പുകളും ചെയ്തിട്ട് വേണം തരാൻ, ഇവന് ഒരു കുഴപ്പവും ഒരു സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തരാൻ. അപ്പം ഡിസ്ചാർജ് ആയ അന്ന് ഡോക്ടർ എല്ലാ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പം ഡോക്ടർ വീണ്ടും പറയുവാണ്, രാവിലെ പറയുന്നത് ഇവനെ എല്ലാ ചെക്കപ്പുകളും ഒന്ന് ചെയ്യണമെന്ന്. അത് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. പക്ഷേ മോൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. മോൾ ഓർത്തു ഇനി എന്തെങ്കിലും കാരണം പറഞ്ഞ് കുഞ്ഞിനെ അഡ്മിറ്റ്. അത്രയും അടുത്തു ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കടന്ന് അത്രയും വേദനകൾ സഹിച്ചു. ഇനി എന്തെങ്കിലും പറഞ്ഞ് അവൾക്ക് പേടിയായിരുന്നു. അപ്പം മാതാവിനോട് പറഞ്ഞു, എനിക്ക് സന്തോഷമായിരുന്നു, ചെക്കപ്പ് ചെയ്യട്ടെ, എനിക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ മാതാവ് തന്നു വിടും, അപ്പോൾ എനിക്ക് സമാധാനം. അപ്പം ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഡോക്ടർ ചെക്കപ്പ് ചെയ്യിപ്പിച്ചു. അവന് കണ്ണ് ചെക്ക് ചെയ്തു, ചെവി ചെക്ക് ചെയ്തു, തലയ്ക്ക് ചെക്ക് ചെയ്തു, ഹാർട്ട്. ഇവന് ഒരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് ഡോക്ടർ ഞങ്ങൾക്ക് ഒരു മിറക്കൽ ബേബിയാണെന്നും പറഞ്ഞാണ് ഞങ്ങളെ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നത്. ഇത് എൻ്റെ അമ്മ മാതാവ് തന്ന വലിയൊരു അത്ഭുത സാക്ഷ്യമായിട്ടാണ് ഇവൻ മൂലം. കാരണം ഞാൻ പ്രേക്ഷിത വേല ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നില്ല. അതിന് പകരമായിട്ട് ഈ കുഞ്ഞു മുഖാന്തരം എനിക്ക് ഒത്തിരി മക്കൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, ഇവൻ ഒരു സാക്ഷ്യക്കാരനായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അനേകം മക്കൾ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മോൻ്റെ പേർക്കായിരുന്നു. ഞാനിവിടെ ആദ്യമേ ഉടമ്പടി എടുത്തത് തന്നെ എൻ്റെ മോൻ്റെ പേർക്ക്, അവൻ്റെ പേരിലുള്ള സങ്കടം. കാരണം അവൻ ഡിഗ്രി 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പം അവനെ ഡിഗ്രി പൂർത്തിയാക്കാനായിട്ട് അവൻ പഠിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ മോളുടെ ഡെലിവറി സംബന്ധമായിട്ട് എനിക്ക് എന്നെ ചെയ്തുകൊണ്ട് ജോലി വിടേണ്ടി വന്നു. അപ്പോൾ അവനെ പഠിത്തം നിർത്തേണ്ടി വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, അവൻ ഈവനിങ് ക്ലാസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഞാനൊരു ജോലി ചെയ്തുകൊണ്ട് എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് പഠിക്കാമെന്നും പറഞ്ഞ് ഒരു വണ്ടി 2 വീലർ എടുത്തു. ആ സമയത്ത് കൊറോണയൊക്കെ വന്നതുകൊണ്ട് അവന് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. അതിനുള്ള ശമ്പളം കിട്ടാതെ വന്നപ്പം അവന് പഠിത്തം നിൽക്കേണ്ടി വന്നു. എനിക്ക് പഠിപ്പിക്കാൻ പിന്നെ സഹായിക്കാനായിട്ട് എൻ്റെ വീട്ടിലെ ഏറ്റവും വരുമാനമുള്ളത് ഒരു അധ്വാനിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ മരുമോൻ മാത്രമേ ഉള്ളൂ. മകൻ പഠിക്കുന്നു, അവന് ജോലിയില്ല. മോൾക്ക് ജോലി ഉണ്ടായിരുന്നു, അവൾ പ്രഗ്നൻ്റായി, അവൾ നിർത്തി. പിന്നെയുള്ള എനിക്ക് നിർത്തേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ ഇവനെ ഇത്രത്തോളം ഇവിടം വരെ എത്തിച്ച്, ഒന്നുമില്ലായ്മയെന്ന് ഇവിടം വരെ എത്തിച്ചിട്ട് ഇവനെ ഈ ഇടവഴി കൈവിട്ടാൽ അവൻ എന്ത് ചെയ്യും? അവൻ ജീവിക്കണമെങ്കിൽ അവനൊരു ഭാവി വേണമെങ്കിൽ അവൻ തന്നെ അധ്വാനിച്ച് അവൻ തന്നെ കണ്ടെത്തണം അവൻ്റെ ജീവിതത്തിനുള്ള ജീവിതമാർഗ വഴി, സാമ്പത്തിക മേഖലയല്ല. അപ്പം അമ്മ അവിടെ നിന്ന് ഇടപെട്ടി മാത്രമേ അവന് സാധിക്കുകയുള്ളൂ. അവന് എന്തെങ്കിലും ഒരു വഴി. കാരണം അവന് പഠിക്കുകയും വേണം. പഠിക്കാതെ വീട്ടിലിരുന്നാൽ അവന് വേറെ പുറത്തുള്ളൊരു ജോലിക്കൊന്നും പോയിട്ടുള്ള കൊച്ചല്ല. അവനതിനെ പറ്റത്തുമില്ല, അവൻ അറിയത്തുമില്ല. അവൻ എന്തെങ്കിലും ഇങ്ങനെ ഓഫീസിലോ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള ജോലികളെ പറ്റൂ. അപ്പം പഠിക്കാതെ വെറുതെ വീട്ടിലിരുന്നാൽ ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ, ഇപ്പോഴത്തെ യുവതി മൊബൈലും കുത്തി വെറുതെ സമയം കളയും. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ സങ്കടമാണ്. അപ്പോൾ അതിന് പകരം അവൻ എന്തെങ്കിലും ഒരു ജോലി, അവന് പഠിക്കുകയും വേണം. അവൻ്റെ ജീവിത മാർഗത്തിനുള്ളൊരു വഴിയായിരിക്കണം അമ്മയെ നീ കൊടുക്കേണ്ടത്. അമ്മ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിനൊപ്പം അവനാൽ 2 വീലർ എടുത്തപ്പോൾ ലോൺ കെട്ടേണ്ടത് 3500 രൂപയാണ് ഒരു മാസം കെട്ടേണ്ടത്. ആ ലോൺ കെട്ടാനൊരു വഴിയില്ല. അമ്മയെ മാതാവേ ഇത്രയും കഷ്ടപ്പെട്ട് കുരച്ച് അവന് ജോലിക്ക് വേണ്ടിയിട്ടും കൂടെ മേടിച്ചതാണ്. ഈ പകുതിക്ക് കാലും പോലും തീർന്നിട്ടില്ല. അവനെങ്ങനെ കെട്ടും, ഞാൻ എങ്ങനെ കൊടുക്കും, ഈ മകനെ എല്ലാം കൂടെ എങ്ങനെ നോക്കും? അങ്ങനെ ഇരുന്നപ്പം ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഞങ്ങളുടെ വീട് ഇത് മംഗലാപുരത്താണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. മംഗലാപുരത്ത് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞില്ല 10-80 കിലോമീറ്റർ ദൂരമുണ്ട്. അതൊരു ഗ്രാമപ്രദേശം, കടബ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഇങ്ങനെ നെറ്റോ ഇതൊന്നും ഇല്ല, അങ്ങനെയൊന്നും കിട്ടത്തില്ല. പക്ഷേ ആ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു മകൻ, UK കമ്പനിയുള്ള ഒരു മകന്, അതായത് കമ്പ്യൂട്ടർ ആപ്പ് ആൻഡ് കോഡിങ്ങിൻ്റെ അങ്ങനെ ഒരു എൻജിനീയറിങ് ഒരു കമ്പനി, ഈ ഞങ്ങളുടെ ഇടവകയിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി ആയിട്ട് ഒരു സ്ഥാപനം അവിടെ കൊണ്ടുവന്നു. അപ്പം എൻ്റെ മോൻ പറഞ്ഞു, മമ്മി ഇതുപോലെ മോനോട് ഞാൻ പറഞ്ഞത്, നീ വെറുതെ ഇരിക്കണ്ട, എൻ്റെ ആങ്ങളെ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് പോകുന്നതാണ്, നീ ചാച്ചൻ്റെ കൂടെ പോയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേറെ ഇരിക്കണ്ടല്ലോ, 10 ദിവസം കിട്ടിയെങ്കിൽ നിൻ്റെ ലോൺ കെട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച പോയിക്കൊണ്ടിരുന്ന 2-3 ആഴ്ച പോയിക്കൊണ്ടപ്പോൾ അവൻ ഇങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു, മമ്മി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ഒരു അങ്കിൾ തുടങ്ങുന്നുണ്ട്, അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, നമ്മുടെ ഈ നാട്ടിലോ ഇങ്ങനെ ഒരു സ്ഥാപനമോ, ഇതെവിടെ നിന്ന് എങ്ങനെ?
അങ്ങനെ വരാൻ യാതൊരു പറ്റത്തില്ല. കാരണം അവിടെ നെറ്റോ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു കമ്പനി അവിടെ വരാൻ യാതൊരു വഴിയില്ലാത്തതാണ്. പക്ഷേ ഞാൻ വിശ്വസിച്ചു. എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മകന് എന്തെങ്കിലും ഒരു വഴി പഠിക്കുവാനും ജോലിയും കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇവന് വേണ്ടിയിട്ട്, എൻ്റെ മകന് വേണ്ടിയിട്ട് മാത്രമായിരിക്കുക അമ്മ ഇങ്ങനൊരു സാധനം കൊണ്ടുവരുന്നത്. അതിൻ്റെ പ്രകാരം കഴിഞ്ഞ ആഗസ്റ്റ് 1-ാം തീയതി ഒരു കമ്പനി, അതായത് ആപ്പ് ആൻഡ് കോഡിങ്ങിൻ്റെ ഒരു കമ്പനി കമ്പ്യൂട്ടറിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ തുടങ്ങി. അതിൽ സ്റ്റാർട്ടിങ് ഒരു 15 പിള്ളേരെ എടുത്തിട്ടുള്ളൂ. ആ 15 പിള്ളേരെ എടുത്തപ്പം അത് നല്ലൊരു കമ്പനിയാണ്. നല്ല യുകെയിലും കൊച്ചിയിലും ഡൽഹിയിലും ആ ആളുടെ കമ്പനിയുണ്ട്. അപ്പം ഇത് 1 വർഷത്തെ കോഴ്സാണ്. അത് പഠിച്ചു കഴിയുമ്പോൾ ഇവർക്ക് അതിനകത്ത് തന്നെ ജോലി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് പഠിക്കുമ്പോൾ ഇവന് കൊടുത്തേക്കുന്ന അവിടെ രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, വൈകുന്നേരം വിടാൻ നേരത്തെ ഫുഡ്, 4:30 മണി വരെ ഉള്ളൂ. 9 തൊട്ട് 4:30 വരെ എത്ര നേരം പഠിപ്പിയിട്ടുള്ളൂ. ആ പഠിക്കുന്നതിന് 5000 രൂപ സ്റ്റൈപ്പൻഡ് കൊടുത്തുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. ഞാൻ 3500 രൂപയാണ് മാതാവിനോട് ചോദിച്ചത്. അവൻ്റെ ലോൺ കെട്ടാൻ വേണ്ടി അമ്മേ അതും കൂടെ നീ വഴി ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ മാതാവ് അവന് 5000 രൂപ കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ അവന് 7500 രൂപ കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഉത്തരവാദിത്വം മോളും കുഞ്ഞും കുറേ ഉത്തരവാദിത്വം എൻ്റെ കുടുംബമുള്ളപ്പോൾ എൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്വം കുറച്ചൊക്കെ അവനെ ഏൽക്കാൻ തുടങ്ങി. അപ്പോൾ സാമ്പത്തികമായിട്ട് എനിക്ക് ഇച്ചിരി കടമുണ്ട്. അതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് അവന് ഈ പഠിത്തത്തിൻ്റെ കൂടെ നൈറ്റ് അവൻ്റെ പമ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങി. പെട്രോൾ പമ്പിൽ ആ ജോലി എടുത്തുകൊണ്ട് വീട്ടിൽ എനിക്ക് 1 മാസം പോയുള്ളൂ. അതായത് ഈസ്റ്ററിൻ്റെ സമയത്തായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം അവനൊരു ആക്സിഡൻ്റായി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അവിടെ നാട്ടിലെല്ലാവരും പറഞ്ഞു അവനെ കിട്ടത്തില്ല എന്നാണ് അവിടെ പറഞ്ഞു വെച്ചു. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നില്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഇവരുടെ വീട്ടിലുള്ളവരുടെ ഓട്ടവും ബഹളവും ഒക്കെ കണ്ടപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്, മോൻ വരേണ്ട സമയം ജോലിക്ക് പോയ സമയത്താണ് സംഭവിച്ചത്. അപ്പം എൻ്റെ ആങ്ങളെയൊക്കെ ഇങ്ങനെ ഓടുന്നത് കണ്ടുകൊണ്ട് എന്തെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല. പിന്നെ എനിക്കവിടെ പറഞ്ഞു ഇങ്ങനെ മോൻ്റെ പേര് അബി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, സ്ലെവിൻ എന്നാണ് സ്കൂളിലേക്ക് വിളിക്കുന്നത്. അബിക്ക് ഇങ്ങനെ ഒരു സംഭവമായിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല, അവനിങ്ങനെ ഇങ്ങനെ കുഴപ്പമില്ലെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു അവനെ ഞാൻ ഇവിടെ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഈ ആൾത്താരയുടെ മുന്നേ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്, എൻ്റെ മകനെ നീ കാത്തുകൊള്ളണം, അവൻ്റെ നല്ല വഴി കൂടെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അമ്മയോട് ഞാൻ അപ്പോഴും പറഞ്ഞു അമ്മേ നിൻ്റെ മോനാണ്, അവനെ നീ കൈവിടല്ലേ, അവനേ ഉള്ളൂ ഞങ്ങൾക്കൊരു തുണ, അപ്പം അവനെ നീ കാത്തുകൊള്ളണം, അവനൊരു ആപത്തും വരുത്തരുത്. എനിക്ക് നാളെ ഞാൻ അവനെ രാത്രിയിലാണ് സംഭവിച്ചത്, 6 മണിയുടെ 7 മണിയുടെ ഇടയ്ക്ക് ഈസ്റ്റർ തന്ന. ഞാൻ രാവിലെ എൻ്റെ മോളും ഞാനും കൂടെ കാണാൻ ചെല്ലുമ്പോൾ മോൻ ഐസിയുലാണ്. ഐസിയു കാണാൻ ചെല്ലുമ്പം അവനെ കണ്ണ് തുറക്കത്തില്ല, ഒരു സൈഡ് മൊത്തം ഇങ്ങനെ കണ്ണുടലും ചതഞ്ഞ് ഇങ്ങനെ വീർത്ത് ചലനമില്ല, ഒരു കാലും കൈയൊന്നും അത് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിരുന്നില്ല, ഒരു കാല് മാത്രം കഴിയും. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു പേടിക്കാനൊന്നുമില്ല, അവൻ പേടിച്ചതാണ്. പക്ഷേ അവനെ ഈ അവസ്ഥയിൽ നിന്ന് അവന് ഒരു റിക്കവർ ആകണമെങ്കിൽ 2 മാസമെങ്കിലും പിടിക്കും, ഹോസ്പിറ്റലിൽ നിന്ന് വരണമെങ്കിൽ 6 മാസം പിടിക്കും, അവൻ പഴയപടി ആകണമെങ്കിലെന്ന്. ഞാൻ അന്ന് ആദ്യമേ രാവിലെ കുഞ്ഞിനെ കാണാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഞാൻ ഇവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി തൈലവും വിശുദ്ധവസ്തുക്കളൊക്കെ എടുത്തുകൊണ്ടാണ് പോയത്. അവിടെ ചെന്ന് ഐസിയു കയറിയപ്പം ഞാൻ ഈ തൈലം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഞാൻ ഇതേപോലെ കുഞ്ഞിന് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് പോയി പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, എൻ്റെ തൈലം അമ്മയുടെ തൈലമാണ്, തൊടുമ്പം തന്നെ നീ അവിടെ ഇടപെടണം, കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം കൊടുക്കണം, എത്രയും പെട്ടെന്ന് അവനെ റിക്കവർ ചെയ്ത് വീട്ടിൽ വരുത്തണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് തൊട്ടു. അവൻ അതുവരെ വിളിച്ചിട്ടില്ല, മൂളിയിട്ടില്ല, അനങ്ങിയിട്ടില്ലായിരുന്നു. ഒരു കാലം അനക്കുന്നുണ്ടായിരുന്നു, അപ്പം ഇവൻ്റെ ബോധം പോയി, ഇവന് അബ്നോർമലായി, ഓർമ്മശക്തി പോയി എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതും എല്ലാ ആൾക്കാരെല്ലാം ചിന്തിച്ചിരുന്നിരുന്നത്. ഞാൻ തൈലം തൊട്ട് കഴിഞ്ഞപ്പം ഞാൻ വിളിച്ചു, മോനെ മമ്മിയാണ് വന്നിരിക്കുന്നത്, നീ ഒന്ന് വിളിയേക്ക് എന്ന് തൈലം തൊട്ട് വിളിച്ചപ്പം അവൻ മൂളാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ഉള്ളിൽ ബോധമുണ്ട് എൻ്റെ കുഞ്ഞിനെന്ന്. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ ഇവനെ എന്നേറ്റ് നടത്തണം, ഇവനിങ്ങനെ കിടത്താനല്ല, ഇങ്ങനെ കിടക്കാനുള്ള മോനല്ല, നീ ഇവനെ എന്നേറ്റ് നടത്തണം എത്രയും പെട്ടെന്ന്, ഇവന് പഴയതുപോലെയുള്ള ഓർമ്മശക്തി കൊടുക്കണം, ഇവൻ്റെ സൈഡാണ് അടിച്ച്
വീണ് ഇവിടെ നരമ്പിന് ചെറിയ ചതവ് പറ്റിയോണ്ടാണ് ഈ ഓർമ്മ പോയതും പേടിച്ചിട്ടുമായിരുന്നു. അങ്ങനെ ആയിരുന്നെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ ഈ 2 മാസം കഴിയാതെ റിക്കവർ ആവില്ല എന്നും പറഞ്ഞിരുന്നു. 6 മാസം കഴിയാതെ പഴയതുപോലെ ആകില്ല എന്ന് പറഞ്ഞിരുന്നു. ആ കുഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കാൻ പോകുന്നത് ഞാനായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോയിരുന്നത്. മാതാവേ, ഞാനവിടെ വരുമ്പം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്കിരിക്കണം, അവനെ ആ ICUന്ന് അവനെ വാർഡിലോട്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. ഡോക്ടർ പറഞ്ഞിരുന്നത് ICUന്ന് എപ്പോൾ ഇറക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നിരുന്നായിരുന്നു. ഞാൻ ചെന്ന് ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മരുമോനും അതായത് ആങ്ങളെയാണ് അവിടെ കൂടെ നിന്നിരുന്നത്. ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ പാസ് തന്നിച്ചും പറഞ്ഞു മമ്മി പോയി കാണ് എന്ന് പറഞ്ഞ് ഞാൻ പാസ് മേടിച്ച് കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ മോൻ തലേദിവസം കടന്ന ബെഡിലില്ല. അപ്പോൾ സിസ്റ്ററോട് ചോദിച്ചു ഇവിടെ കിടന്ന് എൻ്റെ മോൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ആ സിസ്റ്റർ പറയുവാണ് അവനെ വാർഡിലോട്ട് മാറ്റുക, ഷിഫ്റ്റ് ചെയ്യുവാണ്, കൊണ്ടുപോകാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ മാതാവ് പ്രാർത്ഥന കേട്ടു. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ തൈലം ഉടമ്പടി വിശ്വാസത്തേക്കുള്ള അവന് കൊടുത്തു വിടുമ്പം പെട്ടെന്ന് റിക്കവർ ആകുമെന്ന്. അപ്പം എന്നോട് എൻ്റെ കൂടെ ഇരുന്ന എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, ഇവർ പറഞ്ഞ ആ തൈലവും തേനൊന്നും വായിൽ കൊടുക്കരുത്, അത് ചുമച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവന്, അത് ഒത്തിരി ദോഷമാണ്, അവന് കൊടുക്കലേ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ആയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ കൂടെ നിന്നു. ഞാൻ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പം ഞാൻ അവൻ്റെ താവിലെ തേനും തൊട്ട് കൊടുത്തു, തൈലം തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പം എനിക്കറിയത്തില്ല ഇവൻ്റെ ഈ കൈ കാല് ഇത്രയും ചലനമില്ല എന്നുള്ളത്. അപ്പം എനിക്കറിയത്തില്ലായിരുന്നു. ഒരു സൈഡിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, തൈലം തൊട്ട് ഒരു സൈഡ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. തൈലം അവൻ്റെ കാലും ദേഹവും കൈക്കും എല്ലായിടത്തും ഞാൻ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവനെ അഡ്മിറ്റ് ആക്കിയത് എൻ്റെ പള്ളിയിലെ യൂത്തുകാർ, ഞങ്ങളുടെ പള്ളിയിലെ യൂത്തുകാരും ഇവൻ്റെ കൂട്ടുകാരും ഇവരൊക്കെ വളരെ ജോയൽ എന്ന് പറഞ്ഞ മകനാണ് ഇവൻ ഏറ്റവും മെയിനായിട്ട് വലിയൊരു ഹോസ്പിറ്റലിൽ ന്യൂറോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതും. ഇവനിങ്ങനെ 2 മണിക്കൂർ 3 മണിക്കൂർ വിട്ട് വന്നുകൊണ്ടിരിക്കും. ഇവൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഇവരെല്ലാവരും ഉണ്ട് കൂടെ. ദൈവം എത്രമാത്രം എൻ്റെ മകനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, ഇവനെ എത്രമാത്രം മക്കൾക്ക് ഇവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ അന്നാണ് മനസ്സിലായത്. ഇവനെല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. ഒരു ദോഷം ചെയ്യാത്തൊരു കൊച്ചായിരുന്നു ഇവനെ. അതുപോലെ ഈ മകൻ വരുമ്പം ഇവന് മൂക്കി ട്യൂബ് ഇട്ടേക്കുക, ഇവന് ഒന്നും കഴിക്കത്തില്ല, ഫീഡിങ് മൂക്കിക്കൂടിയാണ്. അപ്പം ഞാൻ ഈ ഉപ്പ് ഈ ഫീഡ് അതായത് പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ മൂക്കിക്കൂടെ ട്യൂബിൽ കൂടെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പൗഡറിനകത്ത് ഞാൻ ഈ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാനാണ് കലക്കി സിസ്റ്റർമാരുടെ കൈ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് അവർ കാണാതെ ഞാൻ കൊടുക്കും. അതിൻ്റെ ഫലമായി ഈ തൈലം ഞാൻ അവൻ്റെ ഈ കാലിലും കയ്യിലൊക്കെ തൂക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവനെ ഒരു കാലും കൈ അനക്കും നല്ല ഇട്ട് കുലുക്കും. അങ്ങനെ കുലുക്കുമ്പോൾ ഇവൻ്റെ ബ്രെയിനിന് അത് അടിയായ അത് പിന്നെയും ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർ കാലും കൈക്കും ബെൽറ്റ് ഇട്ടിരുന്നു. ഈ ജോയൽ എന്ന് പറഞ്ഞ മകൻ വരുമ്പം ഇവൻ്റെ മൂക്കിൽ നിന്ന് ഈ കിടന്ന ട്യൂബ് ഇത് വലിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ വലിച്ചത് താഴെ ഞാൻ കണ്ടു. ഞാൻ മോനോട് പറഞ്ഞു, മോനെ അത് വലിക്കല്ലേ. അപ്പോഴത്തേക്കിന് ഇവൻ കുഞ്ഞ് ഇവിടെ വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവന് മിണ്ടത്തില്ല, മൂളുന്നേ ഉണ്ടായിരുന്നത്. ഈ വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം കൊടുത്ത് തേൻ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മോനെ വിളിച്ചു, ഞാൻ മോൻ്റെ കൂടെയുണ്ട്, നീ ഒന്ന് വിളി കേൾക്ക്, നീ മമ്മിയാ, ഞാൻ മമ്മിയെ വിളിക്കുന്നത്, വിളി കേൾക്കും മോനെ, നീ ഒന്ന് മമ്മിയെന്നൊന്ന് വിളിക്കേ, നീ ഒന്ന് മമ്മിയെന്നൊന്ന് വിളിക്കുകയെന്ന് പറഞ്ഞു. 2 വട്ടം. 3-ാമത്തെ വട്ടം അവൻ മമ്മി എന്ന് 2 വട്ടം വിളിച്ചു. എന്നോട് ചോദിച്ചു, എൻ്റെ മൂത്ത നാത്തൂനെ വിളിക്കുന്നത് വലിയമ്മയെന്നാണ് വിളിക്കുന്നത്, വലിയമ്മ എവിടെ മമ്മി, വലിയമ്മ ഇന്ത്യയെന്ന് ചോദിച്ചു. എനിക്കത് കേട്ടപ്പോൾ അവന് മനസ്സിലായി, അവൻ സംസാരിക്കും, അവന് അതിനൊരു കുഴപ്പമില്ലാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ നാത്തൂൻ 2-ാമത്തെ നാത്തൂൻ വിളിച്ചു, അവരോടുത്തു ഇവന് ICUന്നൊന്നും വരത്തില്ല, ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ഇല്ല, വാർഡ് കൊണ്ടുവരത്തില്ല, ഇത്ര ട്യൂബ് അപ്പോൾ കൊണ്ടുവരത്തില്ലെന്ന് ഓർത്തപ്പോൾ ഇവളോർത്ത് ഈ വാടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവളോട് പറഞ്ഞു, നീ ഒന്ന് മോനെ വിളിക്കടി, നീ കൊച്ചിനെ ഒന്ന് വിളിക്കുന്നത്. ഞാൻ മോൻ്റെ ചെവിയിൽ ഫോൺ വെച്ച് കൊടുത്തപ്പോൾ അവൾ വിളിച്ചപ്പോൾ അവൻ മൂളി വിളി കേട്ടു. അവൾക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റും. അവൾ സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞു, നന്ദി പറഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, മമ്മി അവൾ പറഞ്ഞു, മതി ആൻറ്റി ചേച്ചി, ഇത്രയും അവനായാലും അവന് കുഴപ്പമില്ല, വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവന് ഈ ട്യൂബ് മൂക്കിക്കൂടെ ഇത് കിടന്ന് വലിച്ചെടുത്തു. അപ്പം ഈ ജോയൽ വരുമ്പം ഈ ജോയൽ എന്ന് പറഞ്ഞ കൊച്ചു വരുമ്പം ഈ ട്യൂബ് ഇങ്ങനെ പുറത്ത് കിടക്കും. ആ സമയത്താണ് വന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആൻറ്റി ഇതെങ്ങനെ പുറത്ത് വന്നേ, അവൻ്റെ കാലും കൈയും ബെൽറ്റിട്ടേക്കല്ലേ, ഇതെങ്ങനെ വരുന്നു? ഞാൻ പറഞ്ഞു, ആ കൈ കൊണ്ട് വലിച്ചതാന്ന് പറഞ്ഞു. അവൻ അന്നേരം സന്തോഷം കൊണ്ട് അവന് സ്തുതിച്ച് എൻ്റെ ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് സ്തുതിച്ച്. ഞാൻ പറഞ്ഞു, എന്തിനാ ജോയല നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എന്താ പറ്റി? അന്നേരം പറഞ്ഞു, ആൻറ്റി
ഈ കൈക്കും കാലിനും അവന് ചലനമില്ലായിരുന്നു. അവൻ ആ ചലനം പെട്ടെന്ന് വരത്തില്ലായിരുന്നു. 2 മാസം കഴിയാതെ അത് വരത്തില്ലെന്ന ഡോക്ടർ പറഞ്ഞിരുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്ന ഇവന് ഇങ്ങനെ ഒരു സംഭവം കാലുണ്ടായിരുന്നെന്ന്. അവിടെ മാതാവ് നമ്മുടെ തൈലം, നമ്മുടെ ഉടമ്പടി തൈലത്തിൻ്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ച, ഞാനതെൻ്റെ ജീവിതാന്ത്യം വരെ എനിക്ക് എൻ്റെ തൈലം എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര ശക്തി, അത്ര മാത്രം മഹത്വമുള്ള ഒരു തൈലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും ഈ ഡോക്ടർ ഇവർക്ക് മനസ്സിലായി, ഇവർ സന്തോഷമായി. പിന്നെ ഞാൻ എന്നും ഈ തൈലം തൊട്ടു പ്രാർത്ഥിച്ചു. എവിടെയിരുന്നപ്പോൾ ഈ 2 മാസം ആവുമെന്ന് പറഞ്ഞ കൊച്ച്, അത് ഞങ്ങൾ 18ാമത്തെ ദിവസം ഇവന് ബെഡിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവനെ അവിടുന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തപ്പം അവനെ 2 പേര് പിടിച്ചു വേണമായിരുന്നു വീട്ടിലോട്ട് കയറ്റാനായിട്ട്. പക്ഷേ എന്നാലും അവിടെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഈ തൈലം എന്നും അവനെ പുരട്ടി, എന്നും ഉപ്പും കൊടുത്ത് അവന് ഈ 2 മാസം എന്ന് പറഞ്ഞത് ഒരു മാസത്തിനുള്ളിലായപ്പോൾ തന്നെ തനിച്ച് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന് പഴയതുപോലെ, അതായത് 2 മാസം, ഇപ്പോൾ 3 മാസം ആകുന്നേ ഉള്ളൂ, പഴയതുപോലെ അവന് ഇതേ സെൻറ്റർ ക്ലാസ്സിന് പോകാൻ തുടങ്ങി, പോയിക്കൊണ്ടുണ്ട്. ചെറുതായിട്ട് അവനൊരു വീണപ്പോൾ ചെറിയൊരു ക്രാക്ക് വന്ന് മാത്രം, ഒരു ശകലം ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ല, അത്ര മാത്രമേ ഉള്ളൂ. അതും പൂർണ്ണമായി സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മാതാവ് ഒത്തിരി വലിയ അനുഗ്രഹിച്ചെന്ന് തന്ന ഒരു വലിയ അനുഗ്രഹത്താണ് ഈശോയ്ക്കും അമ്മയ്ക്ക് ഞാൻ കോടി നന്ദി പറയുവാണ്. എൻ്റെ മക്കൾക്ക് 2 ജീവൻ പോയത്തും തിരിച്ചു തന്നതിന്. അത് കഴിഞ്ഞ് 3ാമത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം കൊടുക്കാൻ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അവിടെ ചെല്ലുമ്പോഴാണ്, വലിയ വീടും വലിയ പേരുകെട്ട ആൾക്കാരൊക്കെ ഉള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ആ വീട്ടിൽ ആ മകൾ എത്രമാത്രം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ പേരിൽ. അപ്പം ഞാൻ അതിനേക്കാളും വലിയ ജീവിതത്തിലാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മകളുടെ സങ്കടം എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട, നീ അവൾ ഇതിനൊന്നും അറിയത്തില്ലായിരുന്നു, അങ്ങനെയൊന്നും കേട്ടിട്ടുണ്ട്, പക്ഷേ അവളൊന്നും പ്രാർത്ഥിക്കത്തിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു, നീ ഈ കൃപാസനത്തിലെ യൂട്യൂബ് അഴിച്ച് നീ പ്രാർത്ഥിക്കുക, സാക്ഷ്യങ്ങൾ കേൾക്ക്. ഈ പത്രം കൊടുത്തു ഞാൻ, ഈ പത്രം നീ വായിച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും നിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ കൂട്ടുകാരുടെ ഭർത്താവിനെ ഇതിനെ കൂടി മാറാനും അവൻ്റെ ഇതിനുമാക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ ഒരു ജോലിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവൾക്കൊന്ന് വിളിക്കണമെങ്കിൽ 15 ദിവസം കൂടുമ്പം ഈ വീട്ടിൽ നിന്ന് അവർക്ക് 6 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് ശരിയായി ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുടുംബത്തിൽ മക്കൾ കൊണ്ടുപോയതായിരുന്നു. വിളിക്കുമ്പോൾ പേടി, അവൾക്ക് ഫോണെടുത്ത് ഭർത്താവിനെ വിളിക്കാൻ വേണ്ടി പേടിയാണ്. വിളിക്കുമ്പം ഇങ്ങോട്ട് കേൾക്കുന്നത് നല്ല സംസാരം ഒന്നും കേൾക്കത്തില്ല, അവൾക്ക് വിറച്ചോണ്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, മോളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ ഫോൺ വിളിക്കുക, നീ നോക്കിക്കോ, അവന് ഒരു കുഴപ്പം കൂടി നിന്നെ സന്തോഷത്തോടെ നിന്നെ വിളിക്കുന്നത് നീ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വെച്ച് ഞാൻ വീട്ടിൽ പോന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിളിച്ചു, ഓമന, എൻ്റെ പേര് ഓമന എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, നിന്നെ ഞാൻ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ്. കാരണം നീ പറഞ്ഞതുപോലെ തന്നെ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, അതുപോലെ ഞാൻ വിളിച്ചു. എനിക്ക് ഒരിക്കലും കിട്ടാത്ത സ്നേഹത്തിലുള്ളൊരു വിളിയും സംസാരമാണ് എന്നോട് സംസാരിച്ചതും വിളിച്ചതും. ഇപ്പോൾ ആ മക്കൾ സന്തോഷത്തോടെ, അവളെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും പ്രമാണിച്ച് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നേർച്ച വസ്തുക്കൾ കൊണ്ടേ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുവാണ്.